ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യുവാവിനെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച സംഭവത്തിൽ അന്വേഷണ സംഘം നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടു. ആഗ്ര സ്വദേശിയായ ലോകേന്ദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ പ്രിയങ്ക, ഇവരുടെ കാമുകനായ മഹേഷിന്റെ സുഹൃത്ത് ധരംവീർ എന്നിവരാണ് പിടിയിലായത്. സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രീയ അന്വേഷണത്തിന്റെയും കൃത്യമായ ഏകോപനമാണ് 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ കുടുക്കാൻ പോലീസിനെ സഹായിച്ചത്. ലോകേന്ദ്രയും ഭാര്യ പ്രിയങ്കയും തമ്മിൽ മഹേഷുമായുള്ള ബന്ധത്തെ ചൊല്ലി നിരന്തരം കലഹങ്ങൾ നിലനിന്നിരുന്നു. മഹേഷുമായുള്ള രഹസ്യബന്ധം ലോകേന്ദ്ര കണ്ടുപിടിക്കുകയും ഇത് കുടുംബാംഗങ്ങളോടും നാട്ടുകാരോടും പറയുകയും ചെയ്തിരുന്നു. ഇതോടെ തങ്ങളുടെ ബന്ധത്തിന് ലോകേന്ദ്ര വലിയൊരു തടസ്സമാകുമെന്ന് പ്രിയങ്കയും മഹേഷും ഭയപ്പെട്ടു. ഇയാളെ ഇല്ലാതാക്കാതെ തങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയില്ലെന്ന നിഗമനത്തിലാണ് ഇവർ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഏപ്രിൽ 1 ലോകേന്ദ്ര വീട്ടിൽ നിന്ന് പുറത്തുപോയ ഉടൻ തന്നെ പ്രിയങ്ക മഹേഷിനെ വിവരമറിയിച്ചു. തുടർന്ന് മഹേഷും സുഹൃത്ത് ധരംവീറും വഴിയിൽ വെച്ച് ലോകേന്ദ്രയെ തടഞ്ഞു നിർത്തുകയും സൗഹൃദം നടിച്ച് മദ്യപിക്കാൻ ക്ഷണിക്കുകയുമായിരുന്നു. യാതൊരു സംശയവും തോന്നാത്ത ലോകേന്ദ്ര ഇവർക്കൊപ്പം പോയി. ആഗ്രയിൽ ഒരു മദ്യവിൽപ്പനശാലയിൽ നിന്ന് മദ്യം വാങ്ങിയ ശേഷം ഇവർ ആളൊഴിഞ്ഞ ഒരു പാടത്തേക്ക് പോയി. അവിടെ ഇരുന്ന് മൂവരും മദ്യപിച്ചു. ലോകേന്ദ്ര ലഹരിയിലായ സമയം നോക്കി മഹേഷും ധരംവീറും ചേർന്ന് ഇയാളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം മൃതദേഹം തിരിച്ചറിയാതിരിക്കാൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. മുഖം പൂർണ്ണമായും വികൃതമാക്കിയ ശേഷം പ്രതികൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു. മൃതദേഹത്തിനരികിൽ വെച്ച് തന്നെ പ്രതികൾ ലോകേന്ദ്രയുടെ ഫോൺ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഒരു ഒഴിഞ്ഞ മദ്യക്കുപ്പി ലഭിച്ചത്. ആധുനിക ട്രാക്കിംഗ് സംവിധാനം ഉപയോഗിച്ച് കുപ്പിയിലെ QR കോഡ് സ്കാൻ ചെയ്ത പോലീസിന് അത് ഏത് കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതാണ് പ്രതികളെ തിരിച്ചറിയുന്നതിൽ നിർണായകമായത്. ആ മദ്യശാലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ലോകേന്ദ്രയ്ക്കൊപ്പം മദ്യശാലയിലെത്തിയത് മഹേഷും ധരംവീറുമാണെന്ന് വ്യക്തമായി. ഇതോടെ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റസമ്മതം നടത്തിയത്. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞെങ്കിലും കയ്യിലുണ്ടായിരുന്ന ലോകേന്ദ്ര എന്ന പേര് ടാറ്റു ചെയ്തത് തിരിച്ചറിയാൻ സഹായിച്ചു. കേസ് തെളിയിക്കുന്നതിനായി ആഗ്ര പോലീസ് 5 പ്രത്യേക ടീമുകളെയാണ് നിയോഗിച്ചിരുന്നത്. ലോകേന്ദ്രയുടെ സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തുവന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ മഹേഷ് കുറ്റം സമ്മതിച്ചു. ലോകേന്ദ്രയുടെ ഭാര്യ പ്രിയങ്കയാണ് കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരയെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ ഉപയോഗിച്ച ബൈക്കും കൊലപാതകത്തിന് ഉപയോഗിച്ച മറ്റു വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് അയച്ചു.